ഗാന്ധിജിയെ ഏതാണ്ട് വിസ്മരിച്ച, ഏതാണ്ട് പൂർണ്ണമായും വിസ്മരിച്ച, അഹിംസയെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായും തിരസ്കരിച്ച ഒരു ജനതയുടെ മുൻപിലാണ് ഇപ്പോൾ ഈ ഒരു പ്രദർശനവും ഈ ഒരു വിവരങ്ങളൊക്കെ തുറന്നു വെക്കുന്നത്. അത് വാസ്തവത്തിൽ അത്ഭുതത്തോടു കൂടിയാണ് ഞാനിതിൻ്റെ ആദ്യത്തെ പ്രദർശനം എറണാകുളത്ത് വെച്ച് കണ്ടത്. കാരണം നമ്മളിപ്പോൾ തിരക്ക് കൂട്ടുന്നൊരു ജനതയാണ് ഗാന്ധിജിയെ മറക്കാൻ വേണ്ടിയിട്ട്. ഗാന്ധിജി ഏതോ ഒരു പണ്ടെങ്ങാണ്ടുണ്ടായിരുന്ന ഒരു കഥയിലെ ഒരാളായിട്ട് മാറിക്കഴിഞ്ഞു, പുതിയ കാലത്ത് ഗാന്ധിജിക്ക് ഒട്ടും പ്രസക്തിയില്ല എന്നൊക്കെ അനുദിനം പ്രചരിപ്പിക്കുകയും, അല്ലെങ്കിൽ അതിൻ്റെ ആ പ്രചാരണത്തിൻ്റെ അല്ലെങ്കിൽ അത് അനുദിനം നമ്മളിലൊക്കെ ആ ഒരു രീതി വന്ന് നിറയുകയും ചെയ്യുന്ന ഒരു കാലത്താണ് ഇങ്ങനെ ഒരു പ്രദർശനം കേരളത്തിൽ സംഘടിപ്പിക്കപ്പെടുന്നത്. ഇത് പുതിയ കുട്ടികൾക്കൊരു പക്ഷേ അറിയാത്ത ഒരു കാലമാണ് ഗാന്ധിജിയുടെ. വളരെ എന്താണ് പറഞ്ഞില്ലേ, പഴങ്കഥയിലെ നായകനായി പോയ, അതിൻ്റെ വിശദാംശങ്ങളൊന്നും തന്നെ അറിയാത്ത ഒരു ജനതയ്ക്ക് മുൻപിൽ ഇങ്ങനെ ഒരു യാഥാർത്ഥ്യം ചിത്രരൂപത്തിലും അദ്ദേഹത്തിൻ്റെ ലേഖന രൂപത്തിലുമൊക്കെ നമുക്ക് മുന്നിൽ വെക്കുമ്പോൾ വേദനയോടെ മാത്രമേ ഇത് കണ്ടു നിൽക്കാൻ ഹൃദയമുള്ള ആർക്കും, പ്രത്യേകിച്ച് ഹൃദയമുള്ളൊരു ഇന്ത്യക്കാരന് സാധിക്കുകയുള്ളൂ. ഈ എഫർട്ട് എടുത്ത ഇതിൻ്റെ പിന്നിലുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ വിനീതമായ നമസ്കാരം.